ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് CPT മസ്കുലോ സ്കെലറ്റൽ സിസ്റ്റത്തിലെ ട്രിഗർ പോയിൻ്റ് ഇഞ്ചെക്ഷൻസ് എന്നുള്ള ഒരു സെക്ഷൻ നോക്കാം. ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് ആകെ 2 കോഡുകളേ ഉള്ളൂ. ബട്ട് ഇത് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതും കൺഫ്യൂസിങ് ആക്കാവുന്നതുമായിട്ടുള്ള 2 കോഡുകളാണ്. സോ ഈ 2 കോഡുകൾ എന്ന് പറയുന്നത് 20552 ആൻഡ് 20553. ഇത് വരുന്നത് ഇൻട്രൊഡക്ഷൻ ഓർ റിമൂവൽ എന്നുള്ള ഹെഡിങ്ങിൻ്റെ അണ്ടറിലാണ് വരുന്നത്. First of all, എന്താണ് trigger points? Trigger points, also known as muscle knots, are sensitive areas in the muscle or fascia that are painful when compressed. They can cause referred pain, meaning pain felt in another part of the body. Trigger points are typically associated with myofascial pain syndrome and can result from muscle overuse, injury or stress. അപ്പോൾ ട്രിഗർ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ മസിൽസിൽ കാണുന്ന നോട്ടുകളാണ്. എസ്പെഷ്യലി നമ്മുടെ സെൻസിറ്റീവ് ഏരിയാസ് ഓഫ് ദി മസിൽ അല്ലെങ്കിൽ ഫേഷ്യ ആ ഒരു ഏരിയയിലൊക്കെയാണ് കാണുന്നത്. സോ അതിങ്ങനെ പ്രസ് ചെയ്യുകയൊക്കെ ചെയ്താൽ ദാറ്റ് ഈസ് പെയിൻഫുൾ. അപ്പോൾ ഇതിന് റീസൺ എന്ന് പറയുന്നത് മസിൽ ഓവർ യൂസ് അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി അല്ലെങ്കിൽ സ്ട്രെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സ്ട്രെസ് എന്നൊക്കെ പറയുന്നത് മസിൽ ഫൈബറിന് വരുന്ന സ്ട്രെസ്സാണ്. സോ ഇതൊക്കെയാണ് ഈ ട്രിഗർ പോയിൻറ്റ്സിലേക്ക് വരാനുള്ള റീസൺസ് എന്ന് പറയുന്നത്. സോ ട്രിഗർ പോയിൻറ്റ്സ് ക്യാൻ ഡെവലപ്പ് ഇൻ വേരിയസ് മസിൽസ് ത്രൂ ഔട്ട് ദ ബോഡി. നമ്മുടെ ബോഡിയിലെ മസിൽസിൽ ത്രൂ ഔട്ട് ദ ബോഡിയിലുള്ള ഏത് മസിലിൽ വേണമെങ്കിലും ട്രിഗർ പോയിൻറ്റ്സ് വരാം. അതും ഒരു മസിലിൽ മൾട്ടിപ്പിൾ ട്രിഗർ പോയിൻറ്റ്സ് ഉണ്ടാവാനുള്ള ചാൻസസും ഉണ്ട്. ഒരു മസിലിൽ ഒരു ട്രിഗർ പോയിൻ്റ് എന്നില്ല, ഒരു മസിലിൽ തന്നെ നമ്പർ ഓഫ് ട്രിഗർ പോയിൻറ്റ്സ് വരാനുള്ള ചാൻസസും ഉണ്ട്. സോ ഈ ഒരു ഡയഗ്രാം റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട് ആൻഡ് ബാക്ക് പോർഷൻ ഓഫ് ദി ബോഡിയിൽ വരുന്ന മസിൽസും അതിൽ കാണുന്ന ട്രിഗർ പോയിൻറ്റ്സ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. സോ നമ്മൾ ഈ കോഡുകളിൽ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ട്രിഗർ പോയിൻ്റ് ഇഞ്ചെക്ഷൻസ് ആണ്. ദീസ് ആർ മെഡിക്കൽ പ്രൊസീജിയേഴ്സ് യൂസ്ഡ് ടു ട്രീറ്റ് പെയിൻഫുൾ ഏരിയാസ് ഓഫ് മസിൽ ദാറ്റ് കണ്ടെയ്ൻ ട്രിഗർ പോയിൻറ്റ്സ് ഓർ മസിൽ നോട്ട്സ്. These injections are typically performed by healthcare professionals to provide relief from pain and improve functions in the affected area. So ഈ ഒരു മസിൽ നോട്ട്സ് അല്ലെങ്കിൽ ട്രിഗർ പോയിൻറ്റ്സിൽ റിലീസ് ചെയ്യാനായിട്ട്, ആ ഒരു പെയിനെയൊക്കെ റിലീസ് ചെയ്യാനായിട്ട് ചെയ്യുന്ന ഇഞ്ചെക്ഷൻസ് ആണ് ട്രിഗർ പോയിൻ്റ് ഇഞ്ചെക്ഷൻസ് എന്ന് പറയുന്നത്. സോ ഈ ട്രിഗർ പോയിൻ്റ് ഇഞ്ചെക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, എ സ്മോൾ നീഡിൽ ഇസ് ഇൻസേർട്ടഡ് ഇൻ ടു ദി ട്രിഗർ പോയിൻ്റ്. ഡയറക്റ്റ്ലി എവിടെയാണോ പെയിൻ അല്ലെങ്കിൽ ഈ ട്രിഗർ പോയിൻ്റ് എവിടെയാണോ അവിടേക്ക് ഡയറക്റ്റായിട്ടൊരു സ്മോൾ നീഡിൽ ഇൻസേർട്ട് ചെയ്യും. ദ ഇഞ്ചെക്ഷൻ മേ കണ്ടെയ്ൻ എ ലോക്കൽ അനസ്തെറ്റിക്, സെലൈൻ ഓർ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ്. സോ അതിൽ അനസ്തെറ്റിക് ഏജൻറ്റ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ സലൈൻ അല്ലെങ്കിൽ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് ഡയറക്റ്റ്ലി ആ ഒരു ട്രിഗർ പോയിൻറ്റിലേക്ക് നീഡിൽ വെച്ച് ഇൻസേർട്ട് ചെയ്യാണ് ചെയ്യുക. സംടൈംസ് ഡ്രൈ നീഡ്ലിംഗ്, ഇൻസേർട്ടിങ് എ നീഡിൽ വിത്തൗട്ട് മെഡിക്കേഷൻ ഇസ് പെർഫോം ടു റിലീസ് ദ ട്രിഗർ പോയിൻറ്റ്. ഡ്രഗ് യൂസ് ചെയ്തിട്ടും ആവാം, ചിലപ്പോൾ അവിടെ ഡ്രൈ നീഡിലും ആയിരിക്കാം ഇൻസേർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് കോഡ് ഡിസ്ക്രിപ്ഷൻ നോക്കാം. 20552 ഇഞ്ചെക്ഷൻസ് സിംഗിൾ ഓർ മൾട്ടിപ്പിൾ ട്രിഗർ പോയിൻറ്റ്സ് 1 or 2 മസിൽസ്. ഇവിടെ ഇഞ്ചെക്ഷൻസ് ആണ്, അതായത് എത്ര നമ്പർ ഓഫ് ഇഞ്ചെക്ഷൻ എടുത്താലും നമുക്ക് കോഡിൽ ചേഞ്ച് വരുന്നില്ല. സിംഗിൾ ഓർ മൾട്ടിപ്പിൾ ട്രിഗർ പോയിൻറ്റ്സ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു മസിലിൽ ഒരു ട്രിഗർ പോയിൻ്റ് എന്നില്ല, മൾട്ടിപ്പിൾ ട്രിഗർ പോയിൻറ്റ്സും ഉണ്ടാവാം. സോ ഒരു മസിലിൽ സിംഗിൾ ആയാലും മൾട്ടിപ്പിൾ ട്രിഗർ പോയിൻറ്റ്സ് ആയാലും നമ്മുടെ കോഡിൽ ചേഞ്ച് വരുന്നില്ല. 1 or 2 മസിൽസ് ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ മസിലിൻ്റെ നമ്പർ നോക്കിയിട്ടാണ് കോഡുകൾ എടുക്കുക. 1 മസിലോ 2 മസിലോ ആണെങ്കിൽ 20552 കൊടുക്കാം. 20553ൽ സിംഗിൾ ഓർ മൾട്ടിപ്പിൾ ട്രിഗർ പോയിൻ്റ് ഇഞ്ചെക്ഷൻസ് 3 or more മസിൽസ് ആണ്. 3 4 5 അങ്ങനെ എത്ര നമ്പർ ഓഫ് മസിൽസ്, 3ന് ഗ്രേറ്റർ ആയിട്ട് എത്ര നമ്പർ ഓഫ് മസിൽസ് പറഞ്ഞാലും നമ്മൾ 20553 ആണ് റിപ്പോർട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ നമ്പർ ഓഫ് മസിൽസ് ആണ് നോക്കുന്നത്, എത്ര നമ്പർ ഓഫ് ഇഞ്ചെക്ഷൻസ് ആണ് എന്നും അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ട്രിഗർ പോയിൻറ്റ്സ് ആണ് എന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം അത് 1 ആയാലും സിംഗിൾ ആയാലും മൾട്ടിപ്പിൾ ആയാലും കോഡിൽ ചേഞ്ച് വരില്ല. 1 മസിലാണോ 2 മസിലാണോ അതോ 3 or more ആണോ എന്ന് നോക്കിയിട്ട് കോഡുകൾ എടുക്കുക. തൊട്ട് താഴെ ഡു നോട്ട് റിപ്പോർട്ട് 20552 553 ഇൻ കൺജങ്ഷൻ വിത്ത് 20560 561 ഫോർ ദി സെയിം മസിൽ.
സോ 20560561 എന്നൊക്കെ പറയുന്നത് ആർത്രോസെൻറ്റസിസിൻ്റെ കോഡുകളാണ്. സോ ഇതിന് തമ്മിൽ ഒരുമിച്ച് കോഡ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇഫ് ഇമേജിംഗ് ഗൈഡൻസ് ഇസ് പെർഫോംഡ് സി 76942 77002 77021 ഇമേജിംഗ് ഗൈഡൻസ് ഉണ്ടെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ 3 കോഡുകൾ റിപ്പോർട്ട് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. സോ ട്രിഗർ പോയിൻ്റ് ഇഞ്ചെക്ഷൻസിൻ്റെ കേസിൽ നമുക്ക് ഒരു മസിലിൽ തന്നെ മെനി നമ്പർ ഓഫ് ട്രിഗർ പോയിൻറ്റ്സ് ഡെവലപ്പ് ആവാനുള്ള ചാൻസസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നമ്പർ ഓഫ് ട്രിഗർ പോയിൻറ്റ്സോ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇഞ്ചെക്ഷൻസോ നോക്കേണ്ട ആവശ്യമില്ല. എത്ര നമ്പർ ഓഫ് മസിൽസ് ആണ് എന്ന് മാത്രം നോക്കിയാൽ മതി. സോ ഈ ഒരു ഏരിയയിൽ കീ പോയിൻ്റ് എന്ന് പറയുന്നത് ചെക്ക് ദ നമ്പർ ഓഫ് മസിൽസ് ആണ്. സോ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Question number 1. Patient complains of chronic or acute arm and shoulder pain following bilateral carpal tunnel surgery. Patient is followed by pain management for over a year. Physician finally diagnosed patient with reflex dystrophy syndrome. Physician performs 6 trigger point injections into 4 muscle groups. How is this encounter reported? സോ ഇവിടെ പേഷ്യൻ്റ് ഒരു ക്രോണിക് അല്ലെങ്കിൽ അക്യൂട്ട് ആയിട്ടുള്ള ആം ആൻഡ് ഷോൾഡർ പെയിൻ ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഓൾറെഡി ഒരു ബൈലാറ്ററൽ കാർപ്പൽ ടണൽ സർജറി ചെയ്തിട്ടുള്ള ആളാണ്. സോ അതിൻ്റെ ഒരു ബാലൻസ് അല്ലെങ്കിൽ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ടാണ് ഈ ഒരു പെയിനായിട്ട് വരുന്നത്. ഒരു പെയിൻ മാനേജ്മെൻ്റ് ഒക്കെ ഓവർ 1 ഇയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ലാസ്റ്റ്ലി ഡയഗ്നോസ് ചെയ്യുന്നുണ്ട് റിഫ്ലക്സ് ഡിസ്ട്രോഫി സിൻഡ്രോം ആണ് എന്നുള്ളത്. സോ ഇപ്പോൾ ഫിസിഷ്യൻ ചെയ്യുന്നത് എന്താണ്? 6 ട്രിഗർ പോയിൻ്റ് ഇഞ്ചെക്ഷൻസ് ഇൻറ്റു 4 മസിൽ ഗ്രൂപ്പ്സ് ആണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹൗ ഇസ് ദിസ് എൻകൗണ്ടർ റിപ്പോർട്ടഡ് എന്നാണ്. ഈ ഒരു എൻകൗണ്ടറിൽ എന്താ ചെയ്തിട്ടില്ലെന്നാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. സോ ഇവിടെ ഫിസിഷ്യൻ 6 ട്രിഗർ പോയിൻ്റ് ഇഞ്ചെക്ഷൻസ് ഇൻറ്റു 4 മസിൽ ഗ്രൂപ്പ്സ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ട്രിഗർ പോയിൻ്റ് ഇഞ്ചെക്ഷൻസിൻ്റെ കേസിൽ എത്ര നമ്പർ ഓഫ് മസിൽസ് ഉണ്ട് എന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ 4 മസിൽ ഗ്രൂപ്പ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 4 മസിൽസിലാണ് ഇവിടെ ഇഞ്ചെക്ഷൻ പെർഫോം ചെയ്തിട്ടുള്ളത്. 6 ട്രിഗർ പോയിൻ്റ് ഇഞ്ചെക്ഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ട്രിഗർ പോയിൻ്റ് ഇഞ്ചെക്ഷൻ്റെ നമ്പർ ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇനി ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ 20552 ആണ്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വരുന്നത് ഇഞ്ചെക്ഷൻസ് സിംഗിൾ ഓർ മൾട്ടിപ്പിൾ ട്രിഗർ പോയിൻറ്റ്സ് 1 or 2 മസിൽസ് ആണ്. സോ ഇവിടെ നമുക്ക് 4 മസിൽസ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ ബി 20553 ഇൻറ്റു 6 ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 4 മസിൽസ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ ഇൻറ്റു 6 നമുക്ക് 20553ൻ്റെ കൂടെ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ 6 മസിൽസ് ആണെങ്കിൽ നമ്മൾ 20553 മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതി. സോ ദാറ്റ് ഈസ് ഓൾസോ റോങ്. ഓപ്ഷൻ സി 20551 ആണ്. ദാറ്റ് ഈസ് ഇഞ്ചെക്ഷൻസ് സിംഗിൾ ടെൻഡോൺ ഒറിജിൻ ഓർ ഇൻസേർഷൻ ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് ട്രിഗർ പോയിൻ്റ് ഇഞ്ചെക്ഷൻ അല്ല പറയുന്നത്. സോ ഓപ്ഷൻ ഡി 20553 ദാറ്റ് ഈസ് ഇഞ്ചെക്ഷൻസ് സിംഗിൾ ഓർ മൾട്ടിപ്പിൾ ട്രിഗർ പോയിൻറ്റ്സ് 3 or more മസിൽസ് ആണ്. അപ്പോൾ 3 or more ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ 4 മസിൽസ് ആണ് പറഞ്ഞിട്ടുള്ളത്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. Next question number 2. 35-year-old is coming in emergency department for trigger point injection for right-sided thoracic spine pain. 4 points are injected with depomedrol 40 mg per ml on the rhomboid major, rhomboid minor muscle under ultrasonic guidance. Which CPG is reported for the injections? സോ ഇവിടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പേഷ്യൻറ്റ് വരികയാണ്. ട്രിഗർ പോയിൻ്റ് ഇഞ്ചെക്ഷൻസ് ഫോർ ദി റൈറ്റ് സൈഡഡ് തൊറാസിക് സ്പൈൻ പെയിനാണ് വരുന്നത്. തൊറാസിക് സ്പൈൻ്റെ റൈറ്റ് സൈഡിൽ ഒരു പെയിൻ ഉണ്ട്. സോ അവിടെ ട്രിഗർ പോയിൻ്റ് ഇഞ്ചെക്ഷൻസ് പെർഫോം ചെയ്യാനാണ് വരുന്നത്. 4 പോയിൻറ്റ്സ് ആണ് ഇഞ്ചെക്റ്റ് ചെയ്തിട്ടുള്ളത്. റോംബോയിഡ് മേജർ, റോംബോയിഡ് മൈനർ അങ്ങനെ 2 മസിൽസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓൾസോ ഒരു അൾട്രാസോണിക് ഗൈഡൻസിൻ്റെ അണ്ടറിലാണ് ഇത് പെർഫോം ചെയ്തിട്ടുള്ളത്. സോ വിച്ച് CPG is reported for the injections എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് 4 ട്രിഗർ പോയിൻറ്റ്സിൽ ഇഞ്ചെക്ഷൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ബട്ട് 2 മസിൽസേ പറഞ്ഞിട്ടുള്ളൂ. റോംബോയിഡ് മേജറും റോംബോയിഡ് മൈനറും അങ്ങനെ 2 മസിൽസേ പറഞ്ഞിട്ടുള്ളൂ. സോ നമ്മൾ നമ്പർ ഓഫ് മസിൽസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ അൾട്രാസൗണ്ടിക് ഗൈഡൻസ് പറയുന്നുണ്ട്.
സോ അതും കൂടി നമ്മൾ കോഡ് ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾ ആ കോഡ് ഡിസ്ക്രിപ്ഷൻ പറഞ്ഞപ്പോൾ താഴെ ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഇഫ് ഇമേജിംഗ് ഗൈഡൻസ് ഇസ് പെർഫോംഡ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോഡ് കൊടുക്കുക എന്നും അവിടെ പറയുന്നുണ്ട്. സോ നമുക്ക് ഓപ്ഷൻസ് ചെക്ക് ചെയ്യാം. ഓപ്ഷൻ എ 20553 ആണ്. ദാറ്റ് ഈസ് ഇഞ്ചക്ഷൻ സിംഗിൾ ഓർ മൾട്ടിപ്പിൾ ട്രിഗർ പോയിൻറ്റ്സ് 3 or more മസിൽസ് ആണ്. ഈ 4 പോയിൻറ്റ്സ് കണ്ടിട്ട് നമ്മൾ ഈ ഒരു കോഡ് എടുക്കാൻ നിൽക്കരുത്. ബിക്കോസ് അത് ട്രിഗർ പോയിൻറ്റ്സിൻ്റെ നമ്പർ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്പർ ഓഫ് മസിൽസ് നോക്കുക. സോ ഇവിടെ 3 or more മസിൽസ് ആണ്. സോ ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ ബിയിലും 20553 ആണ്. സോ അതും എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ സിയിൽ 20552 × 4 പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇൻറ്റു 4 അല്ലെങ്കിൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം നമുക്ക് 1 or 2 മസിൽസിനാണെങ്കിൽ 20552 കൊടുക്കാം. 3 or more ആണെങ്കിൽ നമ്മൾ 20553 ഒരു പ്രാവശ്യം കോഡ് ചെയ്താൽ മതി. അത് എത്ര നമ്പർ ഓഫ് മസിൽസ് പറഞ്ഞാലും. ഇനി ട്രിഗർ പോയിൻറ്റ്സിനാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. സിംഗിൾ ഓർ മൾട്ടിപ്പിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഇൻറ്റു വരുന്ന കേസുകളെല്ലാം നമുക്ക് ആദ്യം തന്നെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. സോ ബിയും സിയും റോങ് ആണ്. പിന്നെ നമുക്ക് ഓപ്ഷൻ ഡി ആണുള്ളത്. 20552 നോക്കുകയാണെങ്കിൽ അതിൽ 1 or 2 മസിൽസിൻ്റെ കേസ് പറയുന്നുണ്ട്. എത്ര നമ്പർ ഓഫ് ട്രിഗർ പോയിൻറ്റ്സ് ആയാലും കോഡിൽ ചേഞ്ച് വരുന്നില്ല. പിന്നെ 76942 എന്ന് പറയുന്നത് അൾട്രാസോണിക് ഗൈഡൻസിൻ്റെ കോഡാണ്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഇൻ ബിറ്റ്വീൻ പറയാനുള്ളതാണ്, ഐ എം കണ്ടക്ടിങ് എ CPC പ്രിപ്പറേഷൻ ക്ലാസ്. കംപ്ലീറ്റ്ലി ഓൺലൈൻ ക്ലാസ് ആണ്. ഇൻഡിവിജ്വൽ ക്ലാസ്സസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഡ്യൂറേഷൻ വരുന്നത് 15 days ആണ്. ഇഫ് ഇൻട്രസ്റ്റഡ് ഫോർ മോർ ഡീറ്റെയിൽസ് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഏതർ എന്നെ മെയിൽ ചെയ്യുക. മെയിൽ ID വരുന്നത് medcode0907@gmail.com ആണ്. അതല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. ഇൻസ്റ്റഗ്രാം ID വരുന്നത് മെഡിക്കൽ കോഡ് സർട്ടിഫൈഡ് ആണ്. If you feel this video is helpful, please do like, share and comment. Also subscribe. Thank you.